ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മാരാരിക്കുളം കളുത്തട്ട് ജംഗ്ഷനിൽ അടിപ്പാത അനുവദിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കെ വിഷയത്തിൽ പ്രതികരിച്ച് എംഎൽഎ എ.ഡി. തോമസ്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ വൈകിയതാണ് നിലവിലെ സാഹചര്യത്തിന് കാരണമായതെന്ന് അദ്ദേഹം KMCN വാർത്തയോട് പറഞ്ഞു. മാരാരി ബീച്ച്, മാരാരിക്കുളം ക്ഷേത്രം, പള്ളി, സ്കൂളുകൾ തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ സമ്മേളിക്കുന്ന കളുത്തട്ട് പ്രദേശത്ത് അടിപ്പാത അനിവാര്യമാണ്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ വൈകിയതാണ് നിലവിലെ സാഹചര്യത്തിന് കാരണമെന്നും അവസാന ഘട്ടത്തിൽ എന്ത് ചെയ്യാനാകുമെന്ന് പഠിച്ചുവരികയാണെന്നും പഠനത്തിന് ശേഷം ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും MLA A.D. തോമസ് പറഞ്ഞു. അവിടെ അടിപ്പാത വേണ്ടതാണെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മാരാരിക്കുളം മഹാദേവ ക്ഷേത്രം, മാരാരിക്കുളം പള്ളി, അതുപോലെ തന്നെ ലോകപ്രശസ്തമായ മാരാരി ബീച്ച്, അതുപോലെ തന്നെ ചെത്തി ഹാർബർ, ഇതെല്ലാം സമ്മേളിക്കുന്ന സ്ഥലമാണ് മാരാരിക്കുളം. അവിടെ ഒരു അടിപ്പാത അനിവാര്യമാണ്. പക്ഷേ അല്പം ഇടപെടലുകൾ വൈകി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും നമ്മളതൊരു ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നതെന്നുള്ളതൊന്ന് പഠിക്കുകയാണ്. അതിനുശേഷം ഒരു നടപടി ഉണ്ടാകും എന്നാണ് പറയാനുള്ളത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മാരാരിക്കുളത്ത് കളുത്തട്ട് ജംഗ്ഷനിൽ അടിപ്പാത അനുവദിക്കണമെന്ന ആവശ്യവുമായി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ദേശീയപാത ഉപരോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിനിടയിലാണ് MLA A.D. തോമസ് വിഷയത്തിൽ പ്രതികരിച്ചത്. ജനവികാരം സ്വാഭാവികവും ന്യായവുമാണ്. അതേസമയം കളുത്തട്ടിന് സമീപമുള്ള വളവനാടും കഞ്ഞിക്കുഴിയിലും അടിപ്പാതകൾ ഉണ്ട്. അതിനിടയിൽ വളരെ കുറഞ്ഞ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന കളുത്തട്ടിൽ അടിപ്പാത ഇനി അനുവദിക്കുന്നത് പ്രായോഗികമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും അതിനായി ആവശ്യമായ ഇടപെടലുകൾ തുടരുകയാണെന്നും KC വേണുഗോപാൽ MP വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികളുമായി ഇടപെടലുകൾ നടത്തിവരികയാണെന്നും MLA കൂട്ടിച്ചേർത്തു. ഇത് ജനവികാരം സ്വാഭാവികവും അത് ന്യായവുമായ ഒന്നാണ്. ഞാനും മാരാരിക്കുളം സ്വദേശിയാണ്. പക്ഷേ അതിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കുന്നു. തൊട്ടടുത്ത് വളവനാടും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ കഞ്ഞിക്കുഴിയിലും 2 അണ്ടർപാസുകളുണ്ട്. അതിൻ്റെ ഒത്തനടുക്ക് വലിയ ദൂരമില്ലാതെ നിൽക്കുന്ന പ്രദേശമാണ് കളിത്തട്ട്. അവിടെ ഒരു അണ്ടർപാസ് ഇനി പ്രായോഗികമാണോ എന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. എന്നാലും നമ്മൾ അതിനുവേണ്ട ഇടപെടലുകൾ നടത്തുകയാണ്. ആദരണീയനായ ശ്രീ KC വേണുഗോപാൽ MP അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ അവസാന ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു അവസാന ഘട്ടത്തിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും ജനങ്ങളുടെ സ്വാഭാവികമായ ഞാനടക്കമുള്ള ആളുകൾ ആ പ്രദേശവാസിയാണ്. അപ്പോൾ ആ പ്രതിഷേധത്തെ പോസിറ്റീവായി നോക്കിക്കാണുകയാണ്. എന്തെങ്കിലും ഇടപെടലുകൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുകയാണ്. എത്രയും പെട്ടെന്നൊരു ഇടപെടലുണ്ടാവും.